അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കൊരു വെയിറ്റ് ലോസിൻ്റെ മറ്റൊരു റെസിപ്പി നോക്കിയാലോ. ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ സോയാബീനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ സോയാബീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്, ചെറു ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഈ സോയാബീൻ അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം, പക്ഷേ വെയിറ്റ് ലോസിനായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെറുതായിട്ടൊന്ന് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. അതിൽ നിങ്ങൾ ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലപ്പൊടിയും ഇടുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് അത് അവിടെ നിന്ന് കുക്കാകുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കാം. വെയിറ്റ് ലോസ് സലാഡാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യത്തിനുള്ള തക്കാളിയും ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ക്യാരറ്റ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റും ബീട്രൂട്ടും അതേപോലെ തന്നെ എന്തൊക്കെ പച്ചക്കറി എടുക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ക്യാരറ്റും ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊക്കെ ഇതിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾ, എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ചേർത്ത് കുറച്ച് തൈരും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് നല്ലൊരു ഹെൽത്തി ഡയറ്റ് സലാഡാണ്. ഇത് നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വയറ് നിറയുകയും നമുക്ക് വെയിറ്റ് ലോസിന് ഇത് നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.